അപകടത്തിൽപ്പെട്ട ആശുപത്രിയിൽ അഡ്മിറ്റായ തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കുവാനായി വളരെ ചിലവേറിയ ഒരു ഓപ്പറേഷന് വിധേയനാകണമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ദരിദ്രനായ ആ പിതാവ് നിസ്സഹായനായി നിന്ന് കരയുവാൻ തുടങ്ങി. തനിക്കുള്ളതൊക്കെയും വിറ്റാലും തൻ്റെ മകൻ്റെ ഈ ഓപ്പറേഷന് ആവശ്യമായ തുക സമാഹരിക്കുവാൻ തനിക്ക് കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് ആ പിതാവിനെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തി. നിസ്സഹായനായി നിന്ന് അയാൾ ആശുപത്രി വരാന്തയിൽ കിടന്നിരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, നിനക്കസാധ്യമായി ഒന്നുമില്ല, എൻ്റെ മകൻ്റെ ജീവൻ നീ തിരിച്ചു തരണമേ. അയാൾ പ്രാർത്ഥനയോടുകൂടെ അവിടെ നിന്ന് കരയുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആശുപത്രിയിലെത്തിയ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഈ പിതാവിൻ്റെ അടുത്തെത്തി കാരണം അന്വേഷിച്ചു. അദ്ദേഹം തൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ധനാഢ്യനായ മനുഷ്യൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഓപ്പറേഷന് ആവശ്യമായ തുക ഞാൻ അടച്ചുകൊള്ളാം. ഇത് പറഞ്ഞതിന് ശേഷം അയാൾ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷന് ആവശ്യമായ തുക അടച്ചതിന് ശേഷം അയാളുടെ വഴിക്ക് പോയി. പ്രിയരെ, ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നത് ഇങ്ങനെയാണ്. അസാധാരണമായ അഭൗമികമായ രീതികളിലൂടെ ദൈവം പ്രത്യക്ഷപ്പെടുന്ന ചില സംഭവങ്ങളൊക്കെ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവാം. എന്നാൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എല്ലാം ദൈവിക സാന്നിധ്യത്തിൻ്റെയും ഇടപെടലിൻ്റെയും അടയാളങ്ങളാണ്. നമ്മളാലാവുന്നൊരു സഹായം നമുക്ക് ചുറ്റുമുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ എല്ലാം നമ്മൾ ദൈവമായി മാറുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ നമുക്ക് ചെയ്യുന്ന ഓരോ സഹായവും ദൈവത്തിൽ നിന്നുള്ള ഇടപെടലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൂക്ഷിക്കുകയും വേണം. ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ദൈവത്തിൻ്റെ അടയാളമായി മാറാമെന്നേ. ഗോഡ് ബ്ലെസ് യു.